ഹലോ ഗൈസ്, എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ കമൻറ്റിനുള്ള ഒരു മറുപടിയാണ്. ഫസ്റ്റ് തിങ്, നുണ പറയുന്ന ഒരു വൃത്തികെട്ട സത്വത്തിനെതിരെ ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണത്? ഈ മലനാടൻ എന്ന് പറയുന്ന ചാനൽ പറഞ്ഞ് പബ്ലിഷ് ചെയ്ത ഒരു കാര്യം, എവിടെയാണ് ഈ ഒരു സംഗതി നടന്നത്? ഇപ്പം റീസെൻ്റ്ലി വല്ലതും നടന്ന സംഗതിയാണോ? ആരെങ്കിലും തെളിവുണ്ടോ അത് ഞാനാണെന്നുള്ളത്? ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും വാഴയുണ്ടോ? ഒന്നുമില്ലാതെ എന്തെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കേട്ട് എടുത്തിട്ട് ഇപ്പം ഷെഫീന അങ്ങ് മൂക്കി പിടിക്കാന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുവന്നിട്ടൊരു നുണക്കഥ മാത്രമാണത്. അതിന് അയാൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും. പിന്നെ എന്തോരം കേസുകളുള്ള ഒരു വ്യക്തിയാണിത് പറയുന്നത്. മാന്യമായി സംസാരിക്കണം എന്ന് പറയുന്ന ഈ വ്യക്തി കൊന്നു കളഞ്ഞ കുറേ പേരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരട്ടെ. എത്ര മനുഷ്യരെയാണ് ഇയാൾ ജീവൻ എടുക്കാനുള്ള ഒരു പ്രേരണാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് അറിയാമോ? നുണപ്രചരണത്തിൽ കൂടെ തന്നെ എത്ര പേരുണ്ട് അങ്ങനെ. എന്തെല്ലാം നുണക്കഥകളാണ്. പിന്നെ ജയിലിൽ പോണ ആര്യ എടാ, നടുറൊട്ടിയിട്ട് ഇടി കിട്ടിയത് നിനക്കാണ് എനിക്കാണ്? ജയിലിൽ പോകാനായിട്ട് നീ എത്ര വട്ടം പോയി? ഈ വിഷയം നടന്ന് ഒരുപാട് 6 വർഷത്തിന് മേളിലായി, 6-7 വർഷത്തിന് മേളിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് വിഷയത്തിൽ ഞാൻ നടത്തിയ ഒരു പിന്നെ അന്ന് നടന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് നടന്ന സംഭവമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് തെറി വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തെറി തരുമ്പോൾ അങ്ങോട്ട് തെറിയേ കൊടുക്കാൻ പറ്റും, അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് വേദാന്തൊന്നും ഓതാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് വന്ന് അർത്ഥ വർത്തമാനം സംഘി പറഞ്ഞു, സംഘിക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഒരു കോണ്ടസ്റ്റ്. അത് അന്ന് പിന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു പരിഗണനപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമാധികാരികളുണ്ടല്ലോ, അവരത് പരിഗണിക്കുമായിരുന്നു. അവരത് പരിഗണിക്കാത്തടത്ത് നിങ്ങൾ കിടന്ന് തൊള്ള പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതവിടെ നിൽക്കട്ടെ. അടുത്ത സെക്ഷൻ, സന്ദീപുമായിട്ടുള്ള ഷെഫീന ബീവിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ എടുത്തു പറയണേ. എൻ്റെ കൂട്ടുകാരനെ പിടിച്ചു എന്ന്. ഏത് കൂട്ടുകാരൻ? സന്ദീപും ഞാനും തമ്മിൽ ഏത് രീതിയിലാണ് സൗഹൃദം ഉള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ പോലീസ് അയാളുടെ മൊബൈലും വാട്സപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയി, ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഈ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസുകാർ നന്നായിട്ട് സെർച്ച് ചെയ്ത് കാണുമല്ല ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലേ എന്ന്. ഒരു വാട്സപ്പ് ചാറ്റ് പോലും ഞങ്ങൾ തമ്മിലില്ല. ഞാൻ അയാളുമായിട്ട് ഒരു രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വെച്ച വ്യക്തിയല്ല. ഞാൻ പലപ്പോഴും എൻ്റെ നമ്പർ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, സഹായം വേണമെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാൾ എന്നെ സഹായത്തിന് വിളിച്ചിട്ടില്ല. എനിക്ക് വിളി വന്നത് മറ്റൊരിടത്തു നിന്നാണ്. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പുറത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഈ ഇൻഫർമേഷൻ ആര് കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. അവരാണ് എൻ്റെ അടുത്തുള്ള സോഷ്യൽ വർക്കാണ്, അവർക്കും സോഷ്യൽ വർക്കാണ്. അവരാണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പുള്ളി പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് എനിക്ക് നമ്പർ തരാൻ പറഞ്ഞു. നമ്പർ തന്നു. ആ നമ്പർ വെച്ചിട്ട് പുള്ളി പോലീസ് കസ്റ്റഡി ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യണത്. ആദ്യത്തെ കോളൊന്നും എടുത്തില്ല. 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് എൻ്റെ കോൾ തന്നെ അവർ എടുത്തത്. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞ ഒരു കാര്യം, സന്ദീപ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇത്ത ഞാൻ എവിടെയും ജാമ്യക്കാരെ അറേഞ്ച് ചെയ്തിട്ടില്ല, ഇത്താക്ക് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കാമോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അതിൻ്റെ ബേസിലാണ് ഞാൻ ഓൾറെഡി ഇവിടെ കുറേ വേറെ വിഷയങ്ങളിൽ നിൽക്കുന്ന ഞാൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പോയ ഇടത്തിൽ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ അവനെ സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു എന്നതേ ഉള്ളൂ. ഇനി ഈ പറയുന്ന മലനാടൻ പറയുന്ന അടുത്ത നുണ എന്താണ്? ഇത് വട വിധവയ്ക്ക് വേണ്ടിയിട്ടുള്ള കേസാണെന്ന്. വട വിധവ ഞങ്ങൾക്കെതിരെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പയ്യനെതിരെ വടവിധവ കൊടുത്ത കേസ് അവിടെ നിലനിൽക്കണ്ടേ? അവനെ ഇതുപോലെ കൊണ്ടുപോയി പിടിച്ചോണ്ട് പോകാൻ പറ്റും? വടവിധവയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നോ? വടവിധവയ്ക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വടവിധവ കാണിക്കുന്ന വൃത്തികേടിനെയാണ് പൊതുസമൂഹം കണ്ടിട്ട് പറയുന്നത്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പക്ക ഫ്രോഡ് കേസാണ് എന്നുള്ളത് തെളിയാൻ നിസ്സാര കാര്യമേ വേണ്ടൂ. ഒന്നാമത്തെ കാര്യം, അയാൾ ഒരു ചുറ്റിക്കെട്ടി അച്ഛന്മാരെയും അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ കഥ പറയുകയാണ് ചെയ്യുന്നത്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? സിനിമ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കഥ പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ സിനിമകളിൽ കൂടെ പല രാഷ്ട്രീയങ്ങളും നമ്മൾ പുറത്തേക്ക് വരുന്നില്ലേ? പിന്നെ ഡിസ്ക്ലൈമർ ഇടാൻ മറന്നുപോയി എന്നുള്ളത് വാസ്തവം. ആദ്യമേ ആ ഡിസ്ക്ലൈമർ ഇടണം, ഇങ്ങനെ ഒരു സാധനമാണ്, ഇത് സാങ്കല്പിക കഥാപാത്രങ്ങളാണെന്ന് ഇട്ടിരുന്നെങ്കിൽ കുറെ കൂടെ ബെനിഫിറ്റ് ആകുമായിരുന്നു. അത് പുള്ളി ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. അത് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലും, ഇത് കോപ്പിറൈറ്റ് കിട്ടുന്ന ഒരു സാധനമാണ്, ഇത് കോപ്പി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതും ഒക്കെ പറയേണ്ട ഒരു ഇതുണ്ട്. എല്ലാവരും ഇടാറുണ്ട്, മിക്കവാറും ഉള്ള യൂട്യൂബേഴ്സൊക്കെ അത് ഇടാറുണ്ട്. ഞാൻ ഇതൊന്നും ഇടാറില്ല, അത് വേറെ കാര്യം. ഞാൻ സാങ്കല്പിക കഥയൊന്നും പറയുന്ന വ്യക്തിയല്ല, ഞാൻ ഉള്ള കാര്യമേ പറയുള്ളൂ. എനിക്കിപ്പോൾ സാങ്കല്പികതമായി പറയേണ്ട കാര്യമൊന്നും, ഞാൻ ഡയറക്റ്റ് പറയും. എനിക്കങ്ങനെ ഇപ്പം ഒളിച്ചു പാത്തും പറയുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ആ ആൾ സന്ദീപ് പറഞ്ഞ കാര്യങ്ങൾ, സന്ദീപ് എന്തൊക്കെയാണ് പറഞ്ഞത്? സത്യത്തിൽ ഞാൻ ഫസ്റ്റേ കണ്ടോളൂ കേട്ടോ, ആദ്യത്തെ ഒരെണ്ണമേ ഞാൻ കണ്ടോളൂ. അപ്പോഴേ തന്നെ എനിക്ക് ഈ കഥയാണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു. കാരണം ഇതൊക്കെ നമ്മൾ കേൾക്കുക എന്നല്ലാതെ ഇത്തരം അരാജകത്വങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാനാകത്തില്ല എന്നൊരു തിരിച്ചറിവാണ്. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട വ്യക്തി വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണം. ആ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ല എന്ന് പറയുന്നിടത്ത് പിന്നെ നമ്മളിത് കേട്ട് വേദനിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അല്ലെങ്കിൽ തന്നെ ഒരു 108 വേദന ഡെയിലി കേൾക്കുന്നുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ കൂടെ ഇതും കൂടെ കേട്ട് നമ്മൾ വേദനിക്കണം? ഞാനത് കേൾക്കാനേ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമുക്ക് വന്ന സ്റ്റോറികളാണ്,
നമ്മളിത് എടുത്തില്ല. താല്പര്യമില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ഒരു ഉസ്താദിനെ എടുത്തു വെച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു മതസമൂഹത്തിന് മൊത്തം അവഹേളിക്കുന്നതിന് തുല്യമാണ്. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അത്രയും തീവ്രമായ ക്രൈം കിട്ടിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ എന്നുള്ളതിനപ്പുറം ഇതൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഉപജീവനത്തിന് വേണ്ടി വല്ലവൻ്റെയും വസ്തുവകകൾ അപഹരിക്കുന്നതിനൊന്നും പിന്നെ ഒരു ക്രൈമായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. അവനവനിക്ക് ഇല്ലാത്തത് മറ്റുള്ളവരിൽ നിന്ന് അടിച്ചെടുക്കുന്നു. കാലങ്ങളായി നമ്മളുടെ ആവാസ വ്യവസ്ഥ തന്നെ അങ്ങനെയല്ലേ. ഉള്ളവൻ ഇല്ലാത്തവനിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമല്ലേ നമ്മുടേതും. അത് തന്നെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത്. എല്ലാവരെയും ഈക്വലായി പരിഗണിക്കണമെന്നുള്ളത് അവരുടെ സിദ്ധാന്തമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അതിൻ്റെ ഡെപ്തൊന്നും അറിയത്തില്ല. നമ്മുടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. പണ്ടിവിടെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭകളിലുള്ളവർ ആൾക്കാരാണ് ഇവിടെ വെട്ടിപ്പിടുത്തമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ലിസ്റ്റ് പറയുന്നത്. അറിയില്ല. മലയോര പ്രദേശത്തൊക്കെ എല്ലാം കയ്യേറ്റങ്ങളാണ്, കയ്യേറ്റ ഭൂമികളാണ്. അവർ വെച്ച് പാട്ട കരാറൊക്കെയാണ്. അങ്ങനെ തന്നെയാണ് മിക്കവാറും ആൾക്കാരങ്ങനെ അവിടെ കൊണ്ടുപോയി കൃഷി നടത്തും. അവസാനം അത് പാട്ടം കിട്ടും. പാട്ടമല്ലല്ലോ, അതിന് പിന്നെ ഇത് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടും, പിന്നെ നികുതി അടയ്ക്കും, പിന്നെ അവരുടെ സ്വന്തമാകും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഒത്തിരി പേര് അങ്ങനെയാണ്. ഇവിടെ ആകെ ഈ കാട്ടിൻ്റെ സ്വന്തക്കാരെന്ന് പറയുന്നത് ആദിവാസി സമൂഹം മാത്രമാണ്. ബാക്കി അവരുടെ സമൂഹത്തിലുള്ള വസ്തുവകകൾ പോലും കയ്യേറി സ്വന്തമാക്കി റിസോർട്ടുകൾ ഉണ്ടാക്കി. ഇപ്പോൾ റിസോർട്ടുകൾക്കെതിരെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ലേ. ഇതൊക്കെ ബോധമുള്ളവൻ അതിനെതിരെ പ്രവർത്തിക്കും. ബോധമില്ലാത്തവരെന്ത് ചെയ്യും? അതൊക്കെ അവരുടെ സ്വത്താണെന്ന് പറഞ്ഞിട്ട് കണ്ണു അടച്ചിരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. ആ വിഷയത്തിലേക്കൊന്നും നമ്മൾ വരുന്നില്ല. അതൊന്നും നമ്മുടെ വിഷയവുമല്ല. ഇതിനകത്ത് അയാളുടെ FIR നമ്മൾ വായിച്ചതാണ്. ആ FIRൽ എവിടെയും വടവിധവയെ പരാമർശിക്കുന്നില്ല. വടവിധവ എന്നൊരു വ്യക്തി അവിടെ ഇല്ല. പോലീസ് സ്റ്റേഷനകത്തേക്ക് പോകുന്ന ഒരു പ്രതിയോ ആകട്ടെ, വാദിയോ ആകട്ടെ, ആരോ ആകട്ടെ, പോലീസ് സാന്നിധ്യത്തിൽ തെറി വിളിച്ചത് വടവിധവയുടെ തന്തയാണ്. അയാൾക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. അതിൻ്റെ ചോണ സന്ദീപിനില്ലാത്തത് എൻ്റെ കുറ്റമല്ല. അത് സന്ദീപ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവമാനം ഉണ്ടായെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിരുന്നു. പുള്ളിയുടെ കാര്യം അവരെ അവിടുന്ന് ഇറക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള കേസൊന്നും നമ്മുടെ വക്കീലല്ലേ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ വക്കീലിന് അതിനുള്ള സാവകാശവും സമയവുമില്ല. ഇത് എൻ്റെ റിക്വസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് പുള്ളി ആ ഒരു കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നതിനപ്പുറം ഞാനുള്ളത് കൊണ്ടാണ്. ഞാൻ ജാമ്യം നിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ പുള്ളി എൻ്റെ വക്കീൽ, എനിക്ക് അറിയുന്ന വക്കീൽ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യവും അന്വേഷിക്കാതെ ഇപ്പോൾ FIR മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും അവൈലബിൾ ആണ്. അത് ഒരു ചാനൽ നടത്തുന്ന ഒരുത്തനിക്ക് അത്ര ബോധമില്ലേ ആ FIR വാങ്ങിച്ച് നോക്കണമെന്ന്? FIR വാങ്ങിച്ച് നോക്കിയാൽ അതിനകത്ത് അറിയാമല്ലോ എന്ത് കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പുള്ളി അവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന്. അത് വ്യക്തമല്ലേ? അറിയാനുള്ളതല്ലേ ഉള്ളൂ. അത് അന്വേഷിച്ചോ? ഒരു രീതിയിലുള്ള ഒരു റെഫറൻസും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തിടുക. അത് ആർക്ക് വേണ്ടി ചെയ്തെന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. വടവിധവയ്ക്ക് ഫേവർ ചെയ്ത് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. എനിക്കിത് പണ്ടേനെ ഒരു 6-7 വർഷം മുമ്പേ നടന്ന ഒരു ആർഗ്യുമെൻറ്റ്സ് ആണ്. അതിനെപ്പറ്റി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ മൂക്കി പിടിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിമാനബോധം, എന്നിലുള്ള സ്ത്രീ ആണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. ആ ഒരു വർത്തമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ത് രാഷ്ട്രീയമാണെങ്കിലും എന്തിൻ്റെ കേസിലാണെങ്കിലും കലാപമാണെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. അത് ഞാൻ എപ്പോഴും പറയും. അതുമാത്രവുമല്ല, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാം വംശജരാണ് ഈ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ഇസ്ലാമിയരെ 2000-ഓളം പേരെയാണ് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും തെറ്റെന്ന് തന്നെ പറഞ്ഞാണ് എൻ്റെ ശീലം. രണ്ടാമത്തെ കാര്യം, അവർ എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ്, അതായത് മെജോറിറ്റി ഇസ്ലാമിയർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെ ഒരു കാരണവും പറയാം. ഇന്ത്യയിൽ 80% ഹിന്ദുമത വിശ്വാസികളാണെങ്കിലും അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്കൊപ്പം നിൽക്കുമ്പം അവരുൾപ്പെട്ട ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയത്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അടുത്തുനിന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊരു പേരുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇന്ത്യ എന്ന പേരിലേക്ക് വരുന്നതും പാകിസ്ഥാൻ മാറിയതും ബംഗ്ലാദേശ് മാറിയതും. അപ്പോൾ മെജോറിറ്റി മുസ്ലിംസും തന്നെയായിരുന്നു അന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പേരുടെ അവരുടെ ഒരു ഇതോടുകൂടി കിട്ടിയ സ്വാതന്ത്ര്യം ആ ദിനത്തിൽ, അതേ ദിവസത്തിൽ 2000-ഓളം വരുന്ന ഇസ്ലാം വംശഹത്യ നടത്തിയ വൃത്തികെട്ടവും നരാധമന്മാരെ പുറത്തേക്ക് വിട്ട ഒരു വിഷയം എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണത്. എനിക്കത് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആര് ചെയ്താലും അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ മതവിശ്വാസത്തിലുള്ള ആൾക്കാരെയല്ലേ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, എൻ്റെ വർഗത്തിനെയല്ലേ തൊട്ടത്. ഇപ്പോൾ 2 പേർ തമ്മിൽ വഴക്കുണ്ടാകുന്ന അവർ തമ്മിൽ തീർക്കുക. വീട്ടിലുള്ള പെണ്ണുങ്ങളെ കയറി അത് ചെയ്തിട്ടാണോ പ്രൂഫ് ചെയ്യേണ്ടത്? എനിക്കതിനോട് എതിർപ്പാണ്. എൻ്റെ എതിർപ്പാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊരു സംവാദമാണ്. അതിനകത്തൊരു ആൺ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. എന്താ അയാൾ പറഞ്ഞതൊക്കെ നല്ല എന്തൊരു വേദവാക്യമാണോ? പുട്ടുവിഴുങ്ങിയാളെ അയാൾ വേദവാക്യമാണോ പറഞ്ഞത്? അയാൾ പറഞ്ഞതിനുള്ള മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ചോണ്ടി കുത്തി വന്നാൽ അങ്ങോട്ട് നല്ലത് കിട്ടും, അത്ര തന്നെ.
അതിനകത്തൊന്നും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ഇവിടുന്ന് നോക്കത്തില്ല. ഇഷ്ടം പോലെ കോൾസ് വരുന്നുണ്ട്. ഞാൻ എല്ലാ നമ്പേഴ്സ് ഓരോന്നോരോന്നോരം ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, അത് എനിക്കും ഉണ്ട്. അത് ഒരു വശം ഓൺ സൈഡഡ് അല്ല, അത് മനസ്സിലാക്കുക. എനിക്കുമുണ്ട് ഇവിടെ അവകാശങ്ങൾ. ഞാനും ഈ രാജ്യത്തെ പൗര തന്നെയാണ്. ഇസ്ലാം വംശയായി പോയി എന്നൊരു തെറ്റുകൊണ്ട് എന്നെ ആക്രമിക്കാമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് അതേ നാണയത്തെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് സാധിക്കും. മേ ബി 1 ടൈം 2 ടൈം കേട്ടില്ല എന്ന് വരാം. പക്ഷേ അടുത്ത പ്രാവശ്യം അത് കേൾക്കുക തന്നെ വേണ്ടി വരുമല്ലോ. കാരണം എൻ്റെ അവകാശങ്ങൾ എന്താണെന്നോ അത് സംരക്ഷിക്കേണ്ട വകുപ്പുകൾ എന്താണെന്നോ എനിക്ക് നല്ല ബോധ്യമുള്ളിടത്ത് എനിക്കറിയാം അത് എങ്ങനെ നേരിടണം എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഉമ്മാക്കികളൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഈ പറഞ്ഞ നുണയം പറഞ്ഞ മുഴുക്ക നുണയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സന്ദീപിന്റെ വിഷയത്തിൽ ഞാനും സന്ദീപ് സുഹൃത്തുക്കളേ ആയിരുന്നില്ല. ഞങ്ങളൊരു വാട്സപ്പ് ചാറ്റ് പോലും നടത്തിയിട്ടില്ല. ഒരു മിസ് കാൾ അയാളുടേതോ ഒരു കാൾ എൻ്റെതോ ഇതുവരെയും പോയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പുള്ളിയെ പിടിക്കുന്ന ദിവസത്തിൽ മാത്രമാണ് ഞാൻ പുള്ളിയെ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അയാളുടെ ടൈം ലൈനിൽ ഞാൻ പോയി കമൻ്റ് ഇടും, എൻ്റെ ടൈം ലൈനിൽ അയാൾ വന്ന് കമൻ്റ് ഇടും എന്നതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു സംരക്ഷണമോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. അത് വിട്ടു. ആ വിഷയം ഞാൻ വിട്ടു. ഇനി രണ്ടാമത്തത് ആ കേസ്, അത് വടവിധവയ്ക്ക് വേണ്ടിയിട്ടല്ല, വടവിധവയുടെ കേസുമല്ല. വടവിധവയ്ക്കെതിരെ കൊടുത്ത കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് പേര് പോലും പറയാത്തത്. നമ്മൾ ആ വിഷയമേ എടുക്കത്തില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് യൂട്യൂബേഴ്സ് ആരും ആ പേരെടുത്തില്ല എങ്കിൽ എങ്ങും എത്തൂല, സീറോയിൽ കിടന്നോളും. യൂട്യൂബേഴ്സ് അവരെ എടുക്കുന്നത് കൊണ്ടും അല്പലാഭത്തിന് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അല്പം വ്യൂ കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലുമാണ് ഈ യൂട്യൂബേഴ്സ് എടുക്കുന്നത്. അവരാണ് അവളെ വളർത്തുന്നത്. അവളെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് വേണ്ടത്. അടി മുതൽ മുടി വരെ നുണ മാത്രം പറയുന്നവർ ലൈഫിൽ എവിടെയും ജയിച്ച ചരിത്രമില്ല. അത് മനസ്സിലാക്കുക. മലനാടൻ പറഞ്ഞത് മുഴുക്ക നുണയാണ്. കേസ് എന്താണെന്നുള്ളത് കൃത്യം. എൻ്റെ സുഹൃത്തല്ലെന്നുള്ളത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദീപിൻ്റെ കൂടെ എൻ്റെ സൗഹൃദം ഒന്നുമില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടുണ്ട്. ഇപ്പം ഉണ്ട്, അപ്പോഴില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പച്ച നുണയാണ്. എൻ്റെ സുഹൃത്തിനെ പിടിച്ചു എന്നുള്ളത് പച്ച നുണയാണ്. പിന്നെ ഉള്ളത് ആ കേസിൻ്റെ കാര്യം. അത് FIR ആർക്ക് വേണമെങ്കിലും ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതിനകത്ത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് വിഷയം എന്നുള്ളത്. പിന്നെ ഇനി അതിൻ്റെ പുറത്തൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു വിഷയത്തിൽ എൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ തരുന്നത്. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, താല്പര്യവുമില്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് എക്സ്പ്ലനേഷൻ തരാനായിട്ട്. എവിടെ ഏതോ പച്ചാളത്തിരുന്ന് ഏതൊക്കെ പട്ടികൾ കുറച്ചെന്ന് പറഞ്ഞിട്ട് ഷെഫീനയ്ക്ക് ഒരു കുന്തവും ഇല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഈ ഒരു രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല. ഞാനത് എപ്പോഴും പറയും. CJP വിഷയത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നിട്ടില്ല. എനിക്ക് ഈ രാഷ്ട്രീയം ഇഷ്ടമില്ല. അതിൻ്റെ ഒരു റീസൺ, എൻ്റെ മതസമൂഹത്തിനെ ആക്രമിക്കുന്ന വൾഗർ രാഷ്ട്രീയത്തിനെ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ ചിലപ്പോൾ മതവിശ്വാസമില്ലാതെ ഒരു വിശ്വാസിയല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ വിശ്വാസികളാണ്. ഇവർ പറയുന്ന രീതിയിൽ തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും എൻ്റെ കുടുംബക്കാരെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള സാമാന്യ ബോധം എനിക്കില്ല. ഞാൻ തിരിച്ചു പറയും, അത്രയേ ഉള്ളൂ. പ്രതികരണ ശേഷിയുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ. പിന്നെ ഒരു ക്യാമ്പയിൻ തയ്യാറാക്കി ഷെഫീന എന്ന വ്യക്തിയെ ഇപ്പം അങ്ങ് സീറോയിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾ ചവിട്ടി താഴ്ക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഞാൻ ഉയർന്നു വരും എന്നുള്ളതൊരു തിരിച്ചറിവാണ്. നാളിതുവരെ എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് വലിയ ശുനായൊന്നും തോന്നുന്നില്ല. പിന്നെ ശുനായും ടീമും കൂടെ എത്ര കുന്തളിച്ചാലും എത്തേണ്ടടുത്ത് ഡോക്യുമെന്റ്സ് എത്തുക തന്നെ ചെയ്യും. അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നീക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് അടിച്ചമർത്തിയാൽ എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കാന്നാണെങ്കിൽ അതൊക്കെ നിൻ്റെ മറ്റെടുത്ത് കൊണ്ട് വെച്ചാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ശരി, ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാനില്ല. സന്ദീപുമായിട്ട് ഞാൻ സന്ദീപിൻ്റെ വീട്ടിൽ പോയിട്ടില്ല, എനിക്ക് സന്ദീപിനെ അറിയത്തില്ല, സന്ദീപുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സന്ദീപ് എൻ്റെ കൂട്ടുകാരനാണെന്നാണ് അവൻ പറയുന്നത്. 2, സന്ദീപിൻ്റെ കേസുമായിട്ട് വടവിധവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സന്ദീപിനെ കേസിൽ പെടുത്തിയത് വടവിധവയാണെന്നാണ് അയാൾ പറയുന്നത്. ഇനിയും ആ തിരുമണ്ടൻ്റെ ആ പടുപൊട്ടൻ്റെ സാധനത്തിന് ഈ എക്സ്പ്ലനേഷൻ ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്. ഇതെന്നോ നടന്ന ഒരു സംഭവത്തിൻ്റെ വള്ളിയും പുള്ളിയും എടുത്ത് ജോയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ചെവീനായ മൂക്കി പിടിക്കാനായിട്ട് ഇപ്പം ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്ന ഞാൻ ഒരു മാൻമണിയുമല്ല. ഞാൻ മാൻമണിയെ പോലെ അല്ല. ആ തെറ്റിദ്ധാരണ തിരുത്തുക എന്നുള്ളതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. നന്ദി, നല്ല നമസ്കാരം.